ദേശീയപാത ഉദ്ഘാടന ചടങ്ങിലേക്ക് ക്ഷണിക്കാതെ അവഗണിച്ചതിന് പിന്നാലെ സമാന്തര പരിപാടിയുമായി സർക്കാർ. മന്ത്രി പി.എ. മുഹമ്മദ് റിയാസിന്റെ നേതൃത്വത്തിൽ രാമനാട്ടുകര മുതൽ വെങ്ങളം വരെ ദേശീയപാതയിൽ റോഡ് ഷോ നടത്തി. LDF സർക്കാർ ഇല്ലായിരുന്നുവെങ്കിൽ ദേശീയപാത യാഥാർത്ഥ്യമാകില്ലായിരുന്നുവെന്ന് മുഹമ്മദ് റിയാസ് പറഞ്ഞു. രാഷ്ട്രീയമായി മറുപടി നൽകാതെ വ്യക്തിപരമായി പരാമർശങ്ങൾ നടത്തുന്നത് ശാരീരികമായി ആക്രമിക്കുന്നതിനേക്കാൾ വേദനയുണ്ടാക്കുന്നതാണെന്നും റിയാസ് ന്യൂസ് 18നോട് പ്രതികരിച്ചു. അഭിമാനകരമായ പദ്ധതി ഉദ്ഘാടനത്തിലേക്ക് നീങ്ങുമ്പോൾ അതിന് സംസ്ഥാന സർക്കാരിന് പ്രത്യേകിച്ചും പൊതുമരാമത്ത് മന്ത്രിക്ക് ക്ഷണമില്ല എന്നതാണ് ഏറെ ശ്രദ്ധേയമായ കാര്യം. ഇതേ സമയത്ത് തന്നെയാണ് അദ്ദേഹം ഒരു പ്രതിഷേധമെന്നോ അല്ലെങ്കിൽ അതിലുള്ള ഒരു പരിഭവമെന്നോ ഒക്കെ പറയാവുന്ന രീതിയിൽ ഒരു റോഡ് ഷോയുമായി ഇപ്പോൾ മുന്നോട്ട് നീങ്ങുന്നത്. ഒരുപാട് ആളുകളാണ് ഈ റോഡ് ഷോയ്ക്ക് പിന്തുണയുമായി ഒപ്പം കൂടിയിരിക്കുന്നത്. ജനപ്രതിനിധികൾ, MLA അടക്കമുള്ളവർ അദ്ദേഹത്തിനൊപ്പമുണ്ട്. നമുക്ക് അദ്ദേഹത്തിലേക്ക് തന്നെ നീളാം. സർഗത വർദ്ധിച്ചിട്ടുണ്ട്. ഇതിന് കാരണമായത് ദേശീയപാതയാണ്. അതിൽ സാധാരണ ഒരു ദേശീയപാത പറഞ്ഞാൽ പോരാ, സംസ്ഥാനം ഏറെ പണം മുടക്കിയ ഒരു ദേശീയപാത കൂടി. ആ ഉദ്ഘാടന ചടങ്ങിൽ നിന്നാണ് താങ്കളെ അടക്കം മാറ്റി നിർത്തിയിരിക്കുന്നത്. അല്ല, ഇത് ഈ പദ്ധതി എങ്ങനെ യാഥാർത്ഥ്യമായി എന്ന് കേരളത്തിലെ ജനങ്ങൾക്കൊക്കെ അറിയാം. ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി ഒരു സംസ്ഥാന സർക്കാർ ദേശീയപാത വികസനത്തിന് പണം ചെലവഴിക്കുകയാണ്. അത് 5-10 കോടിയല്ല, 5600 കോടി. പിന്നീട് അതിനെ കടമെടുപ്പ് പരിധിയിൽ പെടുത്തിയപ്പോൾ അത് ഡബിളായി, 12,000 കോടിയായി. 2016 മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ LDF സർക്കാർ അത്തരത്തിലൊരു നിലപാട് സ്വീകരിക്കാതെ പോയിരുന്നെങ്കിൽ ഈ പദ്ധതി ഉണ്ടായില്ലായിരുന്നു. അത്തരമൊരു നിലപാട് സ്വീകരിച്ചു. അതിന്റെ ഭാഗമായിട്ട് ഈ പദ്ധതി യാഥാർത്ഥ്യത്. ഈ ബൈപ്പാസൊക്കെ 2021 ഈ ഗവൺമെന്റ് വരുമ്പോൾ മുടങ്ങിക്കിടക്കില്ല. ഈ 2 MLA ഇവിടെ ഇല്ലേ? എത്ര തവണ ഞങ്ങളിൽ ഇടപെട്ടാണ്. കരാറുകാരനെ തന്നെ അവസാനം കർക്കശ നിലപാട് സ്വീകരിച്ച് അന്ന് നിങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തതല്ലേ. അങ്ങനെ വന്നൊരു പദ്ധതി, ആ പദ്ധതിയുടെ ഉദ്ഘാടന ഘട്ടത്തിൽ ഇതിന്റെ ഉത്തരവാദിത്തപ്പെട്ട അർഹതപ്പെട്ട ആളുകളെ ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ അത് ജനാധിപത്യ വിരുദ്ധമാണ്, ജനാധിപത്യ രീതിയല്ല. ഇപ്പോ ചൂരൽമല ദുരന്തത്തിന്റെ വീട് നിർമ്മാണം കഴിഞ്ഞ് വീട് നൽകുന്ന പരിപാടിയിൽ ഞങ്ങൾ 4 മന്ത്രിമാരുണ്ടായിരുന്നു. അധ്യക്ഷൻ റവന്യൂ മന്ത്രിയാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ 3 മന്ത്രിമാർ, അവിടെ ചുമതലയുണ്ടായിരുന്ന മന്ത്രിമാർ. ഞങ്ങൾ നിശ്ചയിച്ചു ആ ജില്ലയിലുള്ള കേള് മിനിസ്റ്റർ മാത്രം സംസാരിച്ചാൽ മതി. ഞാനും ശശീന്ദ്ര മിനിസ്റ്റർ സംസാരിക്കുന്നില്ല, കാരണം സമയ പരിമിതിയുണ്ട്. പക്ഷേ കൽപ്പറ്റ MLA അദ്ദേഹത്തെ നിർബന്ധമായിട്ട് സംസാരിപ്പിക്കണം. അതേ UDF ആണ്. ഞങ്ങൾ അതല്ല നോക്കിയത്, അവിടുത്തെ MLA ആണ്, വിളിക്കണം. വേണമെങ്കിൽ ഞങ്ങൾക്ക് പറയായിരുന്നു, മന്ത്രിമാരെ ഏതായാലും സംസാരിക്കുന്നില്ല, അപ്പൊ MLA മന്ത്രിമാരും സംസാരിക്കേണ്ടെന്ന് പറയാമായിരുന്നു. പക്ഷെ ജനാധിപത്യത്തിൽ ചില മര്യാദകളുണ്ട്. ആ മര്യാദകൾ പാലിക്കപ്പെടണം. ഇവിടെ ആ മര്യാദകളെ കാറ്റിൽ പരത്തിയിരിക്കുകയാണ്. മര്യാദകൾ ലംഘിക്കപ്പെട്ടിരിക്കുകയാണ്. പകരം BJPയുടെ സംസ്ഥാന പ്രസിഡന്റിനെ മുഖ്യാതിഥിയാക്കിയിരിക്കുകയാണ്. അത് എന്ത് രീതിയാണ്, എന്ത് ന്യായമാണ്, എന്ത് ജനാധിപത്യപരമായ പിൻപറ്റേണ്ട കാര്യമാണെന്ന് അംഗീകരിക്കാൻ പറ്റുന്നതാണോ? അല്ലല്ലോ. ഗോവിന്ദൻ മാഷിയും സഖാവ് ബിനോയ് വിശ്വത്തെയും CPMന്റെയും CPIയുടെ സംസ്ഥാന സെക്രട്ടറിമാരെ ഞങ്ങളുടെ സ്റ്റേറ്റ് പ്രൊജക്ട് ഉദ്ഘാടനത്തിൽ മുഖ്യാതിഥികളാക്കി ഞങ്ങൾക്ക് ഇരുത്തിയിട്ടുണ്ടോ? ഞങ്ങൾ അങ്ങനെ ഒരു രീതിയുണ്ടോ? അപ്പൊ ഇതൊക്കെ എവിടേക്കാണ് ഈ നാടിനെ കൊണ്ടുപോകുന്നത്? ഉദ്ഘാടന പരിപാടി നിന്ന് ചവിട്ടി പുറത്താക്കിക്കൊണ്ടൊന്നും ജനങ്ങളുടെ മനസ്സിന്ന് ഈ സർക്കാർ ചവിട്ടി പുറത്തേക്ക് പോവില്ല. ജനങ്ങൾ ചേർത്ത് പിടിക്കും സർക്കാരിന്. ഇത് ഒരു പൊതുമരാമത്ത് മന്ത്രി ഒരു സർക്കാരിനെ അപമാനിക്കലല്ല, ഇത് കേരളത്തെ അപമാനിക്കലാണ്. കേരളം ജനാധിപത്യപരമായി തെരഞ്ഞെടുത്ത ഒരു സർക്കാരിനെ വകവെക്കാത്ത നിലപാട് ജനാധിപത്യ വിരുദ്ധാണ്. ഇത് ഓരോ മലയാളി അപമാനിക്കലാണ്. 60 മീറ്റർ വീതി, പിന്നീട് അലൈൻമെന്റ് പ്രശ്നം, ഒടുവിൽ ഓഫീസ് തന്നെ പൂട്ടിപ്പോയ ചരിത്രമുണ്ട് നമ്മളിപ്പോൾ സഞ്ചരിക്കുന്ന ദേശീയപാതയ്ക്ക്, ഇല്ലേ? അത്തരമൊരു ഇച്ഛാശക്തിയുള്ള നിലപാട് സ്വീകരിച്ചില്ലെങ്കിൽ ഇപ്പോൾ ഈ റോഡ് ഉദ്ഘാടനം ചെയ്യാൻ പ്രധാനമന്ത്രിക്ക് കഴിയില്ലായിരുന്നു. അങ്ങനെ ഒരു വസ്തുത കൂടെ നിലവിലില്ലേ? അല്ല, തീർച്ചയായിട്ടും ഉണ്ട്. അത് ശ്രീ നിതിൻ ഗഡ്കരി എത്ര തവണ അഭിനന്ദിച്ച കേരളത്തിന്റെ മുഖ്യമന്ത്രി, നമ്മളൊക്കെ കേട്ടതും കണ്ടതുമല്ലേ. നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ റീജിയണൽ ഓഫീസർ എത്ര തവണ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഇടപെടലിനെ പ്രകീർത്തിച്ചാണ്. വകുപ്പുകൾ ഏകോപിപ്പിച്ചുള്ള ഇടപെടൽ, ഫീൽഡിൽ വന്നിട്ടുള്ള ഇടപെടൽ, എല്ലാ ഇടപെടലും പ്രകീർത്തിച്ചല്ലേ. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നതല്ലേ. എന്നിട്ട് ഇത്തരത്തിലൊരു നിലപാട് സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അതിന് പറയുക? അതിന് എന്തൊക്കെ ആക്ഷേപമാണ്? രാഷ്ട്രീയത്തെ രാഷ്ട്രീയമായി നേരിടുന്നതിന് പകരം വ്യക്തിപരമായ അധിക്ഷേപമല്ലേ BJP സ്റ്റേറ്റ് പ്രസിഡന്റും നേതാക്കന്മാരും നടത്തുന്നത്? അത് ഒരു ശരിയായ കഴിവ്. അതായത് നമ്മളൊക്കെ ആണെങ്കിൽ പോലും ഈ റോഡ് ഓരോ ഇടത്തും പൊളിയുമ്പോൾ അല്ലെങ്കിൽ പാലം തകരുമ്പോൾ ഞങ്ങൾ ആദ്യം ഓടി വരുന്നത് താങ്കളുടെ അടുത്തേക്കാണ്. അത് താങ്കൾക്കല്ല ഇതിന്റെ നിർമ്മാണ ചുമതല, അല്ലെങ്കിൽ താങ്കളല്ല, സർക്കാർ ഏജൻസി അല്ല, PWD അല്ല ഇത് ചെയ്യേണ്ടതെന്നൊക്കെ നമുക്കറിയാം, അല്ലെങ്കിൽ BJPക്കാർക്ക് അറിയാം, കോൺഗ്രസ്സുകാർക്ക് അറിയാം. പക്ഷെ അവരൊക്കെ ആദ്യം ചോദിക്കുന്നത് മന്ത്രി റിയാസ് എവിടെയെന്നാണ് ചോദിക്കുന്നത്. അതായത് നിർമ്മാണത്തിൽ വരുന്ന പാകപ്പിഴകളുടെ അല്ലെങ്കിൽ അതിൽ വരുന്ന താമസത്തിന്റെ എല്ലാ ഉത്തരവാദിത്വം താങ്കൾക്ക്. നിർമ്മാണം പൂർത്തിയാകുമ്പോൾ അത് ജനങ്ങൾക്ക് ഇതിന്റെ അനുഭവവേദ്യമാകുമ്പോൾ
ഉത്തരവാദിത്വം താങ്കൾക്ക് തരുന്നില്ല, അതൊരു വിരോധാഭാസമല്ലേ? അതിലൊന്നും അർത്ഥമില്ല. സ്റ്റേറ്റ് ഗവൺമെന്റിനുള്ള റോൾ എല്ലാവർക്കും അറിയാം. 5600 കോടി രൂപ സ്റ്റേറ്റ് ഗവൺമെന്റ് മുടക്കാൻ തയ്യാറായിട്ടില്ലായിരുന്നെങ്കിൽ ഈ പദ്ധതി ഇല്ല. മുഖ്യമന്ത്രി പിണറായി വിജയൻ നയിക്കുന്ന LDF സർക്കാരല്ല കേരളത്തിൽ ഭരണം നടത്തുന്നെങ്കിൽ ഈ പദ്ധതി ഇല്ല. എല്ലാവർക്കും അറിയുന്നതാണ്. അത് ഒരു ഉദ്ഘാടന പരിപാടിയിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടോ അല്ലെങ്കിൽ ചവിട്ടി പുറത്താക്കിയിട്ടോ കുറച്ച് വ്യക്തി അധിക്ഷേപം നടത്തിയിട്ടോ ഒന്നും പോയത് കൊണ്ട് ഇല്ലായ്മ ചെയ്യാൻ പറ്റുന്നതല്ല. ജനങ്ങളുടെ മനസ്സിൽ ഇതൊക്കെ ഉണ്ട്. ജനങ്ങളിതെല്ലാം മനസ്സിലാക്കുന്നുണ്ട്. എല്ലാ കാര്യവും ജനങ്ങൾക്കറിയാം. ഒരു പോസ്റ്റർ പതിയുന്നത് പോലെ ജനങ്ങളുടെ മനസ്സിൽ NH-66 വേണ്ടി LDF സർക്കാർ ചെയ്ത എല്ലാ നല്ല കാര്യങ്ങളും ഉണ്ട്. ഞങ്ങൾക്കൊക്കെ നന്നായിട്ട് അറിയാം. താങ്കൾ സ്കൂൾ കാലത്ത്, കോളേജ് കാലത്തൊക്കെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ വന്നു, യുവജന സംഘടനകളിലൂടെ വന്നു, അഖിലേന്ത്യാ പ്രസിഡന്റ് വരെ യുവജന സംഘടന ആയതാണ്. താങ്കളെ ഈ ഒരു കേവലം ഒരു ബന്ധത്തിന്റെ പേരിൽ അങ്ങനെ ആക്ഷേപിക്കുന്നതിനെ എങ്ങനെ കാണുന്നു? സ്ഥിരമാണ്, പക്ഷെ ഇത്തരം ഒരു വലിയ ചടങ്ങിന്റെ ദിവസം പോലും അങ്ങനെ ആക്ഷേപിക്കുന്നു. താങ്കൾ അവിടെ പോയി പറയട്ടെ എന്നൊക്കെയാണ് പറയുന്നത്. ഒരു മനുഷ്യനെ ശാരീരികമായി വകവരുത്താം, അതുപോലെ തന്നെ മാനസികമായി ഇല്ലായ്മ ചെയ്യാൻ, വ്യക്തിഹത്യ നടത്താൻ, വ്യക്തി അധിക്ഷേപം നടത്താനൊക്കെ തുനിയുന്നവരുടെ ലക്ഷ്യം ഒരു മനുഷ്യന്റെ ആത്മവിശ്വാസം തകർക്കുക. ഇതിനൊന്നും പറ്റാത്തവനാണ് നീ എന്ന് സ്വയം തോന്നിച്ച് വരുത്തി തീർക്കാൻ തുടർച്ചയായി അധിക്ഷേപിക്കുക എന്നുള്ളതാണ്. ഒരു മന്ത്രി നേരിടത്തത്ര വ്യക്തി അധിക്ഷേപം ഞാൻ നേരിട്ടിട്ടുണ്ട്. വ്യക്തി അധിക്ഷേപം, അതായത് ചരിത്രം, എന്റെ ചരിത്രത്തെ മായ്ച്ചു കളയുന്ന ബോധപൂർവമായ ശ്രമം. മറ്റ് സാമൂഹിക പ്രവർത്തകരിൽ വലിയൊരു ശതമാനവും അക്രമങ്ങൾ നേരിട്ടിട്ടുണ്ടാവും. പക്ഷേ ഒരു വ്യക്തിയെ അധിക്ഷേപിക്കുക, അനർഹനാണ് എന്ന് പറഞ്ഞ് ആത്മവിശ്വാസം തകർക്കാൻ ശ്രമിക്കുക, അത് ചെറിയ കാര്യമല്ല. അത് അവനവന് വരുമ്പോഴാണ് അത് മനസ്സിലാക്കാൻ പറ്റുക. പക്ഷേ അതിലൊന്നും തളരുന്നവരല്ല ഞങ്ങളാരും. ഞങ്ങളെ ഏൽപ്പിച്ച ഉത്തരവാദിത്തമുണ്ട്. ആ ഉത്തരവാദിത്തം നിർവഹിക്കുക എന്നുള്ളതാണ് പ്രധാനം. ജനങ്ങളിൽ വിശ്വാസം അർപ്പിച്ചിട്ടാണ് ഞങ്ങൾ പോകുന്നത്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇതുപോലെ മത്സരിച്ച ബേപ്പൂർ നിയോജക മണ്ഡലത്തിൽ വലിയ നിലയിൽ ഇതുപോലെ അധിക്ഷേപം നടത്തിയാണ്. പക്ഷേ സർവ്വകാല റെക്കോർഡ് ഭൂരിപക്ഷമാണ് ജനങ്ങൾ നൽകിയത്. ജനങ്ങളിതൊക്കെ മനസ്സിലാക്കുന്നുണ്ട്. ഒരു മന്ത്രി ചെയ്യുന്ന നല്ല കാര്യവും ചീത്ത കാര്യവും വേർതിരിച്ച് അതിനെ വിമർശിക്കുന്നതിന് പകരം എന്തു പറഞ്ഞാലും വ്യക്തി അധിക്ഷേപം നടത്തി പോകുന്ന രീതി ശരിയാണോ? മലയാളി അതിനോടൊപ്പമല്ല എന്നെനിക്ക് ഉറപ്പുണ്ട്. എന്തായാലും അതാണ് കാര്യങ്ങൾ. കാരണം ഒരുപാട് സംസ്ഥാന സർക്കാർ കഷ്ടപ്പെട്ട ഒരു ദേശീയപാത നിർമ്മാണ പദ്ധതിയാണ്. ആ പദ്ധതിയിലേക്ക് ക്ഷണിക്കാത്തതിനെ തുടർന്നുള്ള വലിയ പ്രതിഷേധമാണ് അലയടിക്കുന്നത്. ഒരുപാട് ആളുകളാണ് വാഹന വ്യൂഹത്തിലും അല്ലാതെയുമൊക്കെ ഈ മന്ത്രിയുടെ റോഡ് ഷോയ്ക്ക് പിന്നാലെ കൂടിയിരിക്കുന്നത്. ഒപ്പം വഴിയരികിൽ പലയിടങ്ങളിലും കൊടികളുമായി ഈ റോഡ് ഷോയ്ക്ക് അഭിവാദ്യം അർപ്പിക്കുന്ന ആളുകളെയും നമ്മൾക്ക് കാണാൻ കഴിഞ്ഞു. ഒപ്പം തനിക്കെതിരെ വ്യക്തിപരമായി ഉയർന്നിരിക്കുന്ന അധിക്ഷേപങ്ങൾക്കും കൃത്യമായി മന്ത്രി മുഹമ്മദ് റിയാസ് മറുപടി നൽകുന്നുണ്ട്. MS അനീഷ് കുമാറിന്റെ റിപ്പോർട്ടാണ് കണ്ടത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.